ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഈ ചക്കരക്കൂട്ടനെ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ മാസമാണ് ഇത്. അപ്പോൾ എത്ര പെട്ടെന്നാണ് നാളുകൾ കടന്നു പോകുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം മാലാഖ തന്ന ഗിഫ്റ്റാണ് ഇത്. പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കറിയത്തില്ല എന്താ പറയണത്. ഇവനെ യൂസ് ചെയ്ത് ഞാൻ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവൻ വന്നേ പിന്നെ വീഡിയോയ്ക്കൊക്കെ നല്ല ക്ലാരിറ്റി എല്ലാം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുവരെ എല്ലാവരും എൻ്റെ വീഡിയോസിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പറയാത്തവരും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരും ഉദ്ദേശിച്ചല്ല പറയുന്നത്. എങ്കിലും വീഡിയോയ്ക്ക് സ്റ്റെബിലൈസേഷനില്ല, ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കുറ്റം പറയായിരുന്നു. പക്ഷേ ഒരാൾക്ക് പോലും തരാനുള്ളൊരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് തന്ന ആ മഹത് വ്യക്തിക്ക് ഞാൻ ഒരുപാട് താങ്ക് യു സോ മച്ച് പറയുകയാണ്. എന്തായാലും ഒരാൾക്കൊരു സാധനം കൊടുക്കാനുള്ളൊരു മനസ്സ് വരിക എന്ന് പറയുന്നത് അതിപ്പോൾ എന്ത് സാധനം ആയിക്കോട്ടെ, ആ മനസ്സെന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര മനസ്സാണ്. അപ്പോൾ ഇവനെ എൻ്റെ കൈ കിട്ടിയിട്ട് ഇത്രയും നാളായിട്ട് ഇതുവരെ ഇവൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇവനെ യൂസ് ചെയ്ത് ഒത്തിരി വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ കയ്യിൽ വന്ന പാടെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പ്രോഗ്രാമിന് പോകേണ്ട വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവനെ ശരിക്കും എടുത്ത് കാണാൻ പോലും പറ്റിയില്ല കേട്ടോ ഗൈസേ. അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ പാടെയാണ് നമുക്കൊരു ട്രിപ്പിനുള്ള ചാൻസ് വരുന്നത്, നമ്മുടെ മരുതുമലയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് രാവിലെയാണ് ഞാൻ ഇവനെ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. എനിക്കറിയാവുന്ന എന്തോ ഒരു ഐഡിയയിൽ ഞാൻ എന്തോ ചെയ്ത് ഞാൻ സെറ്റാക്കി. അന്ന് എനിക്കിത് ഇങ്ങനെ എന്താ പറയുക, സെൽഫി സ്റ്റിക്ക് പോലെ പിടിക്കാൻ പറ്റുന്ന പോലും ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ട് അറിയാവുന്ന പോലെയൊക്കെ അന്ന് ഞാൻ എൻ്റെ വ്ളോഗ് എടുത്തേണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാനിത് കൊണ്ടുപോയിട്ട് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ട്. എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് പഠിക്കുന്നത്. ഇനി ഇവനെ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിക്കുന്നത്. എന്തുകൊണ്ടും ഭയങ്കര എനിക്കറിയത്തില്ല, എൻ്റെ കുഞ്ഞൻ ക്യാമറേനെ എനിക്ക് അത്രയും എനിക്കിഷ്ടമാണ്. എന്തോലും പറഞ്ഞാലും തീരില്ല. ഇത് ചക്കര കുട്ടിയാണ്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഇവനുണ്ടാവും.